AJKB ഓൺലൈൻ ബാഡ്മിൻ്റൺ കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെടുന്ന പാർട്ട് 7 ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പാർട്ട് 6 കണ്ട ആൾക്കാരെ സംബന്ധിച്ചോളം മനസ്സിലായിട്ടുണ്ടാവും കോർ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡബിൾസിൽ സർവീസ് തന്നെയാണ്. ഡബിൾസിലുള്ള ബാഡ്മിൻ്റൺ കളിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം സർവീസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഒന്ന് ഡിഫറൻറ്റ് തന്നെയാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെ നന്നായിട്ട് സർവീസ് ചെയ്യാം, ഫ്ലിക്ക് അതുപോലെ തന്നെ ഷോർട്ട് സർവീസ്, റിസീവ് എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ബാക്ക് ഹാൻഡ് ഗ്രിപ്പാണ്, തം ഗ്രിപ്പ് എന്ന് പറയും. സോ ഈ ഗ്രിപ്പ് പിടിച്ചതിന് ശേഷം നിങ്ങൾ എവിടെയാണ് പൊസിഷൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സർവീസ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. സോ ബാക്ക് ആൻഡ് ഷോർട്ട് സർവീസിൻ്റെ ഈ ഒരു സെഗ്മെൻറ്റ് നിങ്ങൾ വളരെ വൃത്തിക്ക് മനസ്സിലാക്കി വെക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇതാണ് ബാഡ്മിൻ്റൻ്റെ കീ എലമെൻ്റ് എന്ന് പറയുന്നത്. ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് നമ്മൾ സർവീസ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇത് എല്ലാ ആൾക്കാർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പതുക്കെ അത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു ചാൻസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ, ഒരു ഷോർട്ട് വീഡിയോ, ഒരു 10 seconds വരുന്ന ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുക. നമ്മളതിൻ്റെ കറക്ഷൻസ് പറഞ്ഞു തരാൻ നോക്കുന്നതായിരിക്കും. സർവീസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോർട്ടിൻ്റെ മാക്സിമം യൂട്ടിലിറ്റി എടുക്കുക. എത്രത്തോളം കയറി നിൽക്കുക അത്രത്തോളം കയറി നിൽക്കുക. ലൈനെ ടച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് ഫോൾട്ട് വരുന്നത്. അവിടെ നിങ്ങളുടെ പൊസിഷൻ കീപ്പ് ചെയ്തതിന് ശേഷം, ഞാൻ റൈറ്റ് ലെഗ് ഫ്രണ്ടിലാണ് വെക്കുന്നത്, ചില ആൾക്കാർ ലെഫ്റ്റ് ലെഗ് ഫ്രണ്ട് വെച്ച് സർവീസ് ചെയ്യും, ചില ആൾക്കാർ ഇങ്ങോട്ട് മാറിയിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ കംഫർട്ടബിലിറ്റി. പക്ഷേ കൂടുതലും ബെസ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ ക്ലോസ് ആയിട്ട് റൈറ്റ് ലെഗ് ഫ്രണ്ടിൽ വെക്കുന്നത് തന്നെയാണ്. ബാക്ക് ഹാൻഡ് ഗ്രിപ്പ് യൂസ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഡെക്സ് ഫിംഗറും തം ഫിംഗറും യൂസ് ചെയ്തിട്ട് ഷട്ടിലിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം ഫ്രണ്ടിൽ കീപ്പ് ചെയ്യുക. നേരെ ബാക്കിലായിട്ട് റാക്കറ്റിനെ ഹോൾഡ് ചെയ്യുക. ഇങ്ങനത്തെ ഒരു പൊസിഷനിങ്ങിലേക്ക് വരും, ഇങ്ങനത്തെ ഒരു ഫ്രെയിമിങ്ങിലേക്ക് വരും. സോ ഈ ഒരു ഫ്രെയിം വർക്കിന് ശേഷം ഇങ്ങനെ പിടിക്കുന്ന സമയത്തുള്ള അഡ്വാൻറ്റേജ് സൈഡ് എന്ന് പറയുന്നത് കോർട്ടിനെ നല്ലൊരു ശതമാനം നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ വളരെ ലെസ് എനർജി അല്ലെ ലെസ് ഫോഴ്സും മതി നിങ്ങൾക്ക് ഷട്ടിലിനെ അപ്പുറത്തെ ഗോളിലേക്ക് എത്തിക്കാനായിട്ട്. സോ 1 2 then 3. സോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് സർവീസ് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സർവീസിൽ കുറേ അധികം ക്രൈറ്റീരിയകളുണ്ട്. പ്രോപ്പറായിട്ട് സർവീസ് ചെയ്തില്ലേ ഫോൾട്ട് വിളിക്കും, അല്ലെങ്കിൽ ഒപ്പോണ്ട് അത് കയറി ആൻറ്റിസിപ്പേറ്റ് ചെയ്യും. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. മുകളിലോട്ട് വെച്ചിട്ടാണ് സർവീസ് ചെയ്യുന്നതെങ്കിൽ അത് ഫോൾട്ട് ആയിരിക്കും. ഒരുപാട് മുകളിലേക്ക് വെച്ച് സർവീസ് ചെയ്യുകയാണെങ്കിൽ ഫോൾട്ട് ആയിരിക്കും. അതുപോലെ തന്നെ റാക്കറ്റിൻ്റെ ഫ്രെയിമിലും ഒരു പ്രോപ്പർ കാര്യങ്ങളല്ല നിങ്ങൾ ചെയ്യുന്നെങ്കിൽ അതിനെയും ഫോൾട്ട് വിളിക്കാനുള്ള ചാൻസ് ഉണ്ട്. ടൂർണമെൻറ്റ്സ് കളിക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ പോലും നിങ്ങൾ വെറുതെ കളിക്കുകയാണെങ്കിൽ പോലും മാക്സിമം നല്ല രീതിയിൽ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. സോ ഷോർട്ട് സർവീസ് ആക്ച്വലി ഇത്രയും കാര്യങ്ങളെ ഷോർട്ട് സർവീസിലുള്ളൂ. ഇതിൻ്റെ തന്നെ അപ്ഡേറ്റഡ് വേർഷനാണ് ഫ്ലിക്കിലോട്ട് വരുന്ന സമയത്ത്. ആണ് നമ്മളിതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് സംസാരിക്കാനായിട്ട് പോകുന്നത്. മറ്റൊന്നുമല്ല, എത്ര നന്നായിട്ട് നിങ്ങൾക്ക് സർവീസ് എക്സിക്യൂട്ട് ചെയ്യാൻ അറിയാമെങ്കിലും പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഒപ്പോണൻറ്റിനെ റീഡ് ചെയ്യാനുള്ള എബിലിറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പോണൻ്റ് ഏത് ഏരിയയിലോട്ട് സർവീസ് ചെയ്യുമ്പോഴാണ് നല്ല റിട്ടേൺ കിട്ടും എന്ന് മനസ്സിലാക്കാനുള്ള ഒരു റീഡിങ് എബിലിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സർവീസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ എൻ്റെ ഒപ്പോണൻ്റ് ഓപ്പോസിറ്റ് കോർട്ടിൽ നിൽപ്പുണ്ട്. ഞാൻ സർവീസ് ചെയ്യുന്ന സമയത്ത് അവരുടെ റാക്കറ്റ് പൊസിഷനും ഏരിയാസും മനസ്സിലാക്കിയിട്ടല്ല ഞാൻ സർവീസ് ചെയ്യുന്നെങ്കിൽ എൻ്റെ പാർട്ണർക്ക് അത് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. അതാണ് നമ്മൾ പാർട്ട് 6 സംസാരിച്ചത്. നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. റിലേറ്റ് ചെയ്ത ആൾക്കാരത് മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യാം. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് കോമൺ ആയിട്ട് കുറേ സിറ്റുവേഷൻസ് ഉണ്ടാവും. ലൈക്ക് ഇപ്പോൾ നമ്മൾ ഈ കോൺ വെച്ചിരിക്കുന്ന എല്ലാ ഏരിയസും നല്ല രീതിയിൽ സർവീസ് എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഓപ്പോസിറ്റ് പ്ലെയറിന് വീക്കസ്റ്റ് ആയിട്ടുള്ള ഏരിയസാണ്. പക്ഷേ എങ്കിൽ പോലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഏരിയാസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ റീഡിങ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ. സോ ഞാൻ സർവീസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒപ്പോണിനെ പ്രോപ്പറായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്യുക. എവിടേക്കാണ് ഗ്യാപ്പ്, എന്തൊക്കെയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ മനസ്സിലാവും, സെൻട്രൽ ലൈനിൽ കൂടെ ഫ്ലാറ്റ് സർവീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ പല ഏരിയസിലും ഗ്യാപ്പ് ഉണ്ടാവും. പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒപ്പോണിൻ്റെ റാക്കറ്റ് എവിടെയാണ് പൊസിഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. സോ റാക്കറ്റിൻ്റെ ഹെഡ് ഇല്ലാത്തൊരു ഏരിയയിലേക്കാണ് നമ്മൾ സർവീസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു ഔട്ട്പുട്ട് കിട്ടും. നമ്മുടെ പാർട്ണർ വളരെയധികം സേഫ് ആയിരിക്കും. സോ ഒരു എക്സാമ്പിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഷോർട്ട് സർവീസ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ പെട്ടെന്ന് തന്നെ ഒരു ഗ്യാപ്പിലേക്ക് ഫ്ലിക്ക് സർവീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു ഔട്ട്പുട്ട് അവിടുന്ന് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എൻ്റെ പാർട്ണർ വളരെയധികം സേഫ് ആയിരിക്കും. സോ ഈ ഒരു സബ്ജക്റ്റാണ് നമ്മൾ പാർട്ട് 6 ആക്ച്വലി സംസാരിക്കുന്നത്. നല്ലൊരു സർവീസാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു നല്ല ഗെയിം മേക്ക് ചെയ്ത് നമ്മുടെ പാർട്ണറെ കൊണ്ട് ഹിറ്റോ അല്ലെങ്കിൽ നല്ലൊരു സ്ട്രോക്കോ ചെയ്ത് പോയിന്റ് എടുക്കാനായിട്ട് പറ്റും. സോ ഇതാണ് നിങ്ങൾ സർവീസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത്. നോക്കട്ടെ. സോ നമ്മുടെ സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് റിസീവ് എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു പൊസിഷനിൽ തന്നെ നിങ്ങൾക്കത് കാണിച്ചു തരാം. ബിക്കോസ് ഇവിടെ ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് കോർട്ടിൽ നിൽക്കുന്ന റോബിൻ റിസീവിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒരു പ്ലെയർ നിങ്ങളായിട്ട് നിങ്ങൾ കണക്കാക്കുക. അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. റോബിൻ എന്തൊക്കെ കാര്യങ്ങളാണ് റിസീവും പൊസിഷനിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഗ്യാപ്പ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ബിക്കോസ് ഈ ഒരു ഗ്യാപ്പ് നമ്മൾ കൊടുത്താൽ തന്നെ ഈ ഒരു സൈഡിലേക്ക് അവർക്ക് ഷോർട്ട് സർവീസ് ചെയ്യാം, ഫ്ലിക്ക് സർവീസ് ചെയ്യാം. സോ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് കുറച്ച് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള പൊസിഷനാണ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കത് കുറച്ച് സേഫ് ആയിരിക്കും. സോ കുറച്ച് ഈ സൈഡിലേക്ക് നിൽക്കുക. എന്നതിന് ശേഷം
നിങ്ങളുടെ ബോഡിയുടെ സ്ട്രെങ്ത് അനുസരിച്ച് വേണം നിങ്ങൾ ഫ്രണ്ടിൽ എത്രത്തോളം കയറി നിൽക്കണം എന്നുള്ള കാര്യം. ബിക്കോസ് പെട്ടെന്ന് ഫ്ലിക്ക് വരുന്ന സമയത്ത് ലോവർ ബോഡിക്ക് സ്ട്രെങ്ത് ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി നിങ്ങൾക്ക് സ്മാഷ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ബോഡി കപ്പാസിറ്റിക്ക് അനുസരിച്ച് വേണം നിങ്ങളുടെ പൊസിഷൻ എവിടെ കീപ്പ് ചെയ്യണം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാനായിട്ട്. പിന്നെ നിങ്ങൾ അഡീഷണലായിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് നല്ല റാക്കറ്റ് സ്പീഡും കാര്യങ്ങളും ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബോഡിയിലേക്കൊക്കെ സർവീസ് ചെയ്യുന്ന സമയത്ത് റിസീവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. സോ ഇതിന് ശേഷം റാക്കറ്റ് മാക്സിമം ഫ്രണ്ടിൽ കീപ്പ് ചെയ്യുക. അത് നോർമൽ ഗ്രിപ്പ് ആയിരിക്കണം. ഫോർ ഹാൻഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്ക് ഹാൻഡ് സൈഡ് ഗ്യാപ്പ് ആയിരിക്കും. ബാക്ക് ഹാൻഡ് ഗ്രിപ്പ് ആണെങ്കിൽ ഫോർ ഹാൻഡ് ഗ്രിപ്പ് ഗ്യാപ്പ് ആയിരിക്കും. സോ രണ്ട് സൈഡിലേക്കും പെട്ടെന്ന് റാക്കറ്റ് ചലിപ്പിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം റാക്കറ്റ് ഹോൾഡ് ചെയ്തിരിക്കേണ്ടത്. എന്നതിന് ശേഷം സർവീസിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് അത് പെട്ടെന്ന് തന്നെ ജഡ്ജ് ചെയ്തിട്ട് വേണം നിങ്ങളത് സേഫ് ആക്കണോ അല്ലെങ്കിൽ ലിഫ്റ്റ് ചെയ്യണോ. ലിഫ്റ്റാണ് ചെയ്യുന്നതെങ്കിൽ ബാക്ക് ബോക്സിലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കോർ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിസീവിങ് പൊസിഷൻ കറക്റ്റ് ആക്കിയതിന് ശേഷം അക്കോർഡിംഗ് ടു സർവീസ് ക്വാളിറ്റി നല്ലൊരു ഡിസിഷൻ എടുത്ത് ചെയ്താൽ നിങ്ങളുടെ പാർട്ണർക്ക് ഒരു നല്ല ഓപ്പണിംഗ് അല്ലെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു നല്ല ക്വാളിറ്റിയുള്ള ഡബിൾസ് കളിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തീരുന്ന ഒരു റാലി ആയിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ടാവുക. അതിന് പകരം ഈ രീതി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻജോയ് ചെയ്ത് നല്ല ക്വാളിറ്റിയുള്ള റാലീസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ സംസാരിക്കുന്നത്. ഈ കാര്യങ്ങൾ മനസ്സിലായെന്ന് നമ്മൾ വിചാരിക്കുന്നു. സോ ഇതിൻ്റെ റെസ്പോൺസ് മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായത് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.